ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിങ്ങു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഫിഷ് ചില്ലിയാണ്. എങ്ങനെയാണ് ഈ ചില്ലി തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ. ചില്ലി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 200 ഗ്രാം മീനാണ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ദശക്കട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിവിടെ അതിൻ്റെ മുള്ളു ഭാഗമൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഈ മീനിലേക്ക് നമുക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതുപോലെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1/2 സ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ലേശം വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം കൂടിപ്പോകാൻ പാടില്ല, അത്യാവശ്യം മാത്രം ചേർക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് അരമണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു വലിയ ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചേക്കുകയാണ്. പിന്നെ വേണ്ടത് ഒരു വലിയ സവാള ഇതുപോലെ ഇതളുകളായിട്ട് എടുത്തു വെച്ചേക്കുകയാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഇഞ്ചി കഷ്ണം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്ന 3-4 പച്ചമുളകാണ്, അത് നീളത്തിൽ കീറിയിരിക്കുകയാണ്. പിന്നെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുകയാണ്. ഇനി നമുക്ക് ഈ മീനൊക്കെ ഒന്ന് വറുത്തെടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറു സൈഡും ഫ്രൈ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മീൻ കഷ്ണമൊക്കെ ഞാനിവിടെ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചില്ലി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഇഞ്ചി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കുക. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവിടെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാളയും ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റെഡും യെല്ലോ ക്യാപ്സിക്കം ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടെയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ അധികം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ക്യാപ്സിക്കത്തിൻ്റെ ആ കളർ മാറാതെ വേണം നമുക്ക് എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ക്യാപ്സിക്കം ഇവിടെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1.5 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സോസുകളൊക്കെ ചേർത്താൽ ഫ്ലെയിം ഹൈയിലാക്കി തന്നെ വെക്കാൻ നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇനി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 1 സ്പൂൺ കോൺഫ്ലവറിൽ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കി എടുത്തിരിക്കുകയാണ്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ചേർക്കുന്ന സോസുകളുടെ അളവിലും വ്യത്യാസം വരുത്താവുന്നതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു നിറത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പ് അവസാനം തന്നെ ചേർക്കാൻ നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ സോസുകളിലൊക്കെ അധികം ഉപ്പുള്ളത് കൊണ്ട് കറികളിലും ഉപ്പ് കൂടുതലായിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ച മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക, മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പതുക്കെ ആയിട്ട് ഇളക്കി കൊടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ സോസൊക്കെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം വെള്ളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി ഇത് 2-3 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് പാർട്ടും അതുപോലെ മല്ലിയിലയുടെ തണ്ടുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവ രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളകൊക്കെ മീനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫിഷ് ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.